ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ ചാപ്റ്റർ 6 ആയ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം അതിനു മുമ്പ് നമുക്ക് എന്താണ് ടിഷ്യൂസ് എന്നറിയണം. ടിഷ്യൂസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. അത് കോമൺ ഒറിജിനും കോമൺ ഫങ്ഷനുമാണ് ടിഷ്യൂസിന്. അപ്പോൾ ടിഷ്യൂസ് രണ്ട് തരത്തിലുണ്ട്: മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനൻറ്റ് ടിഷ്യൂവും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ അകത്ത് വരുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് റൂട്ടിൻ്റെ സ്റ്റെമ്പിൻ്റെയും ടിപ്പ് ഭാഗത്തായിട്ടാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത്. പിന്നെ ഇന്റർകാലറി മെരിസ്റ്റം അത് മെച്യൂർ ടിഷ്യൂസിലാണ് ഉണ്ടാവുന്നത്. ലാറ്ററൽ മെരിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മെച്യൂർ റീജിയൻസിലായിരിക്കും ഉണ്ടാവുന്നത്. എപ്പിക്കൽ മെരിസ്റ്റവും ഇന്റർകാലറി മെരിസ്റ്റവും പ്രൈമറി മെരിസ്റ്റമാണ്. വേറസ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്ന ഒരു സെക്കൻഡറി മെരിസ്റ്റമാണ്. ഇനി അടുത്തത് പെർമനൻറ്റ് ടിഷ്യൂ. ഈ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസിന് അതിൻ്റെ ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടിട്ട് പെർമനൻറ്റ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യത്തില്ലാത്ത സെൽസിനുള്ള ടിഷ്യൂസിനാണ് പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ടിഷ്യൂസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: സിമ്പിൾ ടിഷ്യൂവും കോംപ്ലക്സ് ടിഷ്യൂവും. സിമ്പിൾ ടിഷ്യൂസിൻ്റെ അകത്ത് വൺ ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ ഉള്ളൂ. വേറസ് കോംപ്ലക്സ് ടിഷ്യൂസിൻ്റെ അകത്ത് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഇനിയും ഇങ്ങനത്തെ ക്ലാസ്സസിനായിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.